ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ ഡൽഹിയാണ്. ഡൽഹിയിൽ വന്ന് ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മെട്രോയിൽ കയറി പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ ഇന്ന് കാണാം. നമ്മൾ ആദ്യം പോകുന്നത് റെഡ് ഫോർട്ടിലേക്കാണ്. ലാൽ കില എന്ന മെട്രോ സ്റ്റോപ്പിൽ ഇറങ്ങി നമുക്ക് റെഡ് ഫോർട്ടിലേക്ക് ഡയറക്റ്റ് പോകാവുന്നതാണ്. ഈ പുറത്ത് നിന്ന് കാണുന്നത് മാത്രമല്ല, ഒരുപാട് കാഴ്ചകൾ ഉള്ളിൽ കയറി കാണാനുണ്ട് റെഡ് ഫോർട്ടിൽ. ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ടിക്കറ്റ് 2 ടൈപ്പിലാണുള്ളത്. ഒന്ന് റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് കയറാനുള്ളതും, രണ്ടാമത്തേത് മ്യൂസിയം ഉൾപ്പെടെ കാണാനുള്ള ടിക്കറ്റും. ടിക്കറ്റ് റേറ്റ്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റെഡ് ഫോർട്ടിൻ്റെ അടുത്ത് നിന്നുള്ള വ്യൂ ഒക്കെ കണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഒരുപാട് ഷോപ്പുകൾ കാണാം. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെങ്കിലും സുവനീഴ്സ് വാങ്ങിക്കാൻ പറ്റിയ സ്ഥലമാണ്. അവിടെയൊന്നും അധികം സമയം ചിലവഴിക്കാതെ നേരെ ഉള്ളിലെ കാഴ്ചകൾ കാണാനാണ് ഞാൻ പോകുന്നത്. ഇങ്ങനത്തെ മനോഹരമായ ആർക്കിടെക്ചർ സ്റ്റൈലുകൾ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് നടന്ന് കാണാനുണ്ട് ഇവിടെ. കുറച്ച് നടന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഷാ മഹലിലേക്കാണ്. രാജാവിൻ്റെ പ്രൈവറ്റ് ഓഡിയൻസിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നൊരു ബിൽഡിംഗാണിത്. പോകുന്ന സ്ഥലങ്ങളിലെ ഡീറ്റെയിൽസ് എല്ലാം മുമ്പിൽ ഇങ്ങനെ ബോർഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനുകളിൽ മൈന്യൂട്ട് ഡീറ്റെയിൽസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കൊത്തുപണികളൊക്കെ നമുക്ക് ആ ബിൽഡിങ്സിൽ കാണാൻ സാധിക്കും. അങ്ങനെ നടന്ന് കുറേ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് നേരെ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ അടുത്തതായി എത്തിച്ചേരുന്നത്. മ്യൂസിയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീഡം സ്ട്രഗിൾ ആയാലും വേൾഡ് വാറിലെ കോൺട്രിബ്യൂഷൻ ആയാലും പണ്ട് കാലത്തെ വെപ്പൺസിൻ്റെ ഡിസ്പ്ലേ തുടങ്ങി പല കാര്യങ്ങളും മ്യൂസിയത്തിലുണ്ടായിരുന്നു. അടുത്തതായി പോകുന്ന ഡെസ്റ്റിനേഷൻ ലോട്ടസ് ടെമ്പിളാണ്. റെഡ് ഫോർട്ടിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് കുത്തബ് മിനാറിലേക്ക് പോകാനുള്ള സമയം നമുക്ക് ലഭിച്ചില്ല. മെട്രോയിൽ പോകുമ്പോൾ കൽക്കാജി മന്ദിർ എന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ നമുക്ക് എത്താൻ സാധിക്കും. മനോഹരമായിട്ടുള്ള ഈ ടെമ്പിളും പരിസരവും ഈ ഒരു ലൊക്കേഷനെ ഒരു പോപ്പുലർ ടൂറിസ്റ്റ് ലൊക്കേഷൻ ആക്കിയിരിക്കുന്നു. ഉള്ളിലേക്ക് പോകാൻ ചെരുപ്പൊക്കെ അയച്ച് കവറിലാക്കിയിട്ടാണ് എല്ലാവരും പോകുന്നത്. ഉള്ളിൽ പിന്നെ ക്യാമറയും അലോഡല്ല. അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം അല്ലേ? അടുത്തതായി ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്കാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ജന്തർ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജന്തർ മന്ദിറിലേക്കാണ്
ആദ്യം പോകുന്നത്. ഇവിടെയും സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇന്ത്യൻസിനും ഫോറിനേഴ്സിനും സെപ്പറേറ്റ് റേറ്റാണ്. റെഡ് ഫോർട്ടിലും ഫോറിനേഴ്സിനും സെപ്പറേറ്റ് റേറ്റാണ്. അതുകൊണ്ടായിരിക്കാം ഫോറിനേഴ്സിൻ്റെ തിരക്ക് ഇങ്ങനെയുള്ള ലൊക്കേഷൻസിൽ കുറവാണ്. ജന്തർ മന്ദർ 18th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ആസ്ട്രോണോമിക്കൽ സ്ട്രക്ചേഴ്സാണ്. അടുത്തതായി ഇന്ത്യ ഗേറ്റിലേക്ക് പോവാണ്. ജന്തർ മന്ദിറിൽ നിന്ന് നടക്കാൻ കുറച്ച് ദൂരമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മെട്രോയിൽ കയറിയും അങ്ങോട്ട് എത്താവുന്നതാണ്. ഈവനിങ് സൺസെറ്റ് ടൈമിലാണ് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയാവുമ്പോൾ അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അത്യാവശ്യം ലൈവ്ലി ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഇവിടെ ആളുകളെല്ലാം സ്വെറ്റർ ഇട്ട് നിൽക്കുന്നത് ശ്രദ്ധിച്ച് കാണും. ജനുവരിയിലെ ഒരു ഈവനിങ് ടൈമാണ്. അപ്പോൾ 10 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. നല്ല തണുത്ത കാലാവസ്ഥയാണെങ്കിലും എയർ പൊല്യൂഷൻ വളരെ കൂടുതലായിട്ടുള്ളൊരു സമയമാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു ഈവനിങ് സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായി കാണാം.